നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആ പുകയിടുന്ന പരിപാടി ഇവിടെ നടക്കില്ല. ബാഴ്സലോണ നിലപാടെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, FC ബാഴ്സലോണ വേഴ്സസ് ബെൻഫിക്ക യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരം ലിസ്ബണിൽ വെച്ച് നടന്നപ്പോൾ ഗ്രൗണ്ടിലാകെ പുകമയം. അത് ബെൻഫിക്കയുടെ ആരാധകർ ആ ഫ്ലെയർ കത്തിച്ചു. അങ്ങനെ ആകെ പുകമയമായിരുന്നു. ചില ബിരുദൻ ബാഴ്സ ആരാധകർ പറയുന്നത് ആ പുക വന്നപ്പോൾ കിക്ക് കിട്ടി ഷെസ്നി വേറെ ലെവലായി എന്നാണ്. ഏതായാലും ആ പുകയിടുന്ന പരിപാടി ബാഴ്സലോണയുടെ മൈതാനത്ത് പറ്റില്ല, നടപ്പില്ല. ബാഴ്സലോണ തന്നെ അത് ഇപ്പോൾ നിലപാടെടുത്ത് ബെൻഫിക്കയെ അറിയിച്ചിട്ടുണ്ട്. ബെൻഫിക്ക അവരുടെ ആരാധകരെയും അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിന് ഒരു 3000-ഓളം ആരാധകർ, ബെൻഫിക്കയുടെ ആരാധകർ ബാഴ്സലോണയുടെ മൈതാനത്ത് എത്തുമെന്നാണ് കണക്ക്. അപ്പോൾ ബാഴ്സലോണ ഈ മത്സരത്തെ ഹൈ റിസ്ക് മാച്ചായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ടിക്കറ്റില്ലാത്ത എവേ ഫാൻസ് വന്നിട്ട് ബാഴ്സലോണയുടെ മൈതാനത്ത് നിന്ന്, അതായത് സ്റ്റേഡിയത്തിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കാമെന്ന് കരുതേണ്ട. അങ്ങനെ ടിക്കറ്റ് സെയിൽ പോയിൻ്റ് ഇല്ല. അത് കൃത്യമായിട്ട് അവരെ അറിയിച്ചിട്ടുണ്ട്. ഇത് ടിക്കറ്റ് എടുത്തുകൊണ്ട് പിന്നീട് എവേ കാണികൾക്ക്, അതായത് എവേ ഫാൻസിന് അല്ലാത്ത സ്ഥലങ്ങളിൽ ബാഴ്സയുടെ ഫാൻസിൻ്റെ ഇടയിൽ വന്ന് ബെൻഫിക്ക ആരാധകർ വന്നിരിക്കുന്നതൊക്കെ തടയണം. അങ്ങനെയൊക്കെയുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു ഹൈ റിസ്ക് മത്സരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലെയറിൻ്റെ കാര്യത്തിലും തീരുമാനമെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ആരാധകരെ ബെൻഫിക്ക തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള ഈ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണം. സ്മോക്ക് ഡിവൈസുകൾ, ഫ്ലെയറുകൾ എല്ലാം ഒഴിവാക്കണം എന്ന് ഫാൻസിനെ കൃത്യമായിട്ട് ഇപ്പോൾ ബെൻഫിക്കയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ അവിടെ പുകയിട്ടത് ഇട്ടു, ഇവിടെ ബാഴ്സലോണ മൈതാനത്ത് പുകയിടുന്ന പരിപാടി നടക്കില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.